അങ്ങനെ പ്ലേ ഓഫ് കാണാതെ ചെന്നൈ മടങ്ങിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 89 റൺസിനാണ് ചെന്നൈ പരാജയപ്പെട്ടത്. ആരാധകരുടെ നിരാശയ്ക്ക് പുറമെ അവരെ ചൊടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഇന്നലെ അരങ്ങേറിയിരുന്നു. മത്സരശേഷം സോഷ്യൽ മീഡിയയിൽ ഗിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. ഇത് CSK ആരാധകർക്കിടയിൽ വൻ ചർച്ചയായി. രണ്ടാം തവണയും നന്ദി, മഞ്ഞ വെളിച്ചത്തിനൊടുവിൽ നീല വെളിച്ചം എന്നായിരുന്നു ഗില്ലിന്റെ പോസ്റ്റ്. കൂടാതെ ഗില്ലും മുഹമ്മദ് സിറാജും ജോസ് ബട്ട്ലറും ആരാധകരോട് നിശബ്ദരാവാൻ പറയുന്ന ചിത്രവും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരമെങ്കിലും ചെന്നൈക്കായിരുന്നു ഗാലറിയുടെ പിന്തുണ. മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 230 റൺസിന്റെ കൂറ്റൻ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ചെന്നൈ തുടക്കത്തിൽ തകർത്തടിഞ്ഞിരുന്നു. എന്നാൽ 17 പന്തിൽ 47 റൺസുമായി ശിവൻ ദൂബെ ചെന്നൈയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ദൂബെയുടെ ഓരോ സിക്സും ആരവത്തോടെയാണ് കാണികൾ എതിരേറ്റത്. 4 4ഉം 4 6ഉം അടിച്ച് തകർത്താടിയ ദൂബെയുടെ ഇന്നിംഗ്സ് അവസാനിച്ചതും ശുഭ്മാൻ ഗില്ലിന്റെ കൈകളിലായിരുന്നു. പിന്നാലെ ചെന്നൈ ആരാധകർക്ക് നേരെ വിരൽ ചുണ്ടോട് ചേർത്ത് നിശബ്ദരാകാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ചെന്നൈയുടെ ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ ആദ്യ പന്തിൽ തന്നെ പുറത്തായി. ഇത് ചെന്നൈയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഒടുവിൽ 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായതോടെ ചെന്നൈ സീസണിലെ 8ാം തോൽവി ഏറ്റുവാങ്ങി. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ താരവും മുൻ നായകനുമായ MS ധോണി ഈ സീസണോടെ ടീം വിടുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ചെന്നൈ ടീം മാനേജ്മെന്റുമായി താരം കടുത്ത ഭിന്നതയിലാണെന്നും 2026 IPL സീസൺ അവസാനിക്കുന്നതോടെ ധോണി ചെന്നൈയുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിക്കുമെന്നുമാണ് കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. ഈ സീസണിൽ ഇതുവരെ ചെന്നൈക്കായി ഒരു മത്സരത്തിൽ പോലും ധോണി കളിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ്. വിരലിനേറ്റ പരിക്കാണ് കളിക്കാതിരിക്കാൻ കാരണമായി ആദ്യം പറഞ്ഞിരുന്നത് എങ്കിലും മാനേജ്മെന്റുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന നിഗമനങ്ങൾ. തന്നോട് കൂടി ആലോചിക്കാതെ ചെന്നൈ മാനേജ്മെന്റ് ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തതിലാണ് ധോണിക്ക് അതൃപ്തിയുള്ളതെന്നാണ് സൂചന. എന്നാൽ ധോണിയോ ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റോ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എപ്പോൾ കളത്തിലിറങ്ങണം എന്ന് ധോണിക്ക് തന്നെ തീരുമാനിക്കാം എന്നാണ് ടീമിന്റെ ഇപ്പോഴത്തെ നിലപാട്. തന്റെ സാന്നിധ്യം നിലവിൽ നന്നായി കളിക്കുന്ന ടീമിന്റെ ബാലൻസ് തെറ്റിക്കേണ്ട എന്ന് കരുതിയാണ് ധോണി മാറി നിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. താരം കഴിഞ്ഞ ദിവസം ചെന്നൈ ക്യാമ്പ് വിട്ട് റാഞ്ചിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതായി ബാറ്റിംഗ് കോച്ച് മൈക്ക് ഹസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിൽ CSKയുടെ നായകൻ ഋതുരാജ് ഗൈക്വാദിന് 24 ലക്ഷം രൂപ പിഴ ചുമത്തി. സ്ലോ ഓവർ റേറ്റിന്റെ പേരിലാണ് ടീമിന് വലിയ പിഴ IPL ഗവേണിംഗ് കൗൺസിൽ ചുമത്തിയത്. ജൂൺ 11 ഫിഫ വേൾഡ് കപ്പ് തുടങ്ങാനിരിക്കെ ബ്രസീൽ ആരാധകർക്ക് അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വരുന്നത്. ബ്രസീൽ ടീമിൽ ഇടം പിടിച്ച ദിവസങ്ങൾക്കുള്ളിൽ സൂപ്പർ താരം നെയ്മർക്ക് വീണ്ടും പരിക്ക് പറ്റിയിരിക്കുകയാണ്. സാന്റോസ് ക്ലബിനായി കളിക്കുന്നതിനിടെയാണ് താരത്തിന് വലതുകാലിലെ പേശിക്ക് പരിക്കേറ്റത്. നെയ്മറുടെ വലതുകാലിലെ പേശിയിൽ നീർക്കെട്ടുള്ളതായി സാന്റോസ് മെഡിക്കൽ വിഭാഗം സ്ഥിരീകരിച്ചു. ഇതോടെ ലോകകപ്പ് പങ്കാളിത്തത്തെക്കുറിച്ച് ആശങ്കകൾ ഉയരുകയാണ്. 2023 കടുത്ത കാൽമുട്ട് പരിക്കിൽ നിന്ന് മോചിതനായി ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയ 34-കാരനായ നെയ്മർക്ക് ഈ പുതിയ തടസ്സം തിരിച്ചടിയായിരിക്കും. പരിക്ക് മൂലം സാൻ ലൊറൻസോയുമായുള്ള കോപ്പ സുഡാമെറിക്കാന മത്സരം നെയ്മർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇനി വരാനിരിക്കുന്ന ഗെയിമിയുമായുള്ള ലീഗ് മത്സരത്തിലും അദ്ദേഹം കളിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മെയ് 27 ബ്രസീൽ ദേശീയ ടീമിനൊപ്പം ചേരുന്നതിന് മുമ്പായി പൂർണ്ണ കായികക്ഷമത വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് താരം. നിലവിൽ സാന്റോസ് ക്ലബിലെയും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷനിലെയും മെഡിക്കൽ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം പരിക്ക് അത്ര ഗുരുതരമല്ലെന്നും അടുത്ത ആഴ്ചയോടെ താരം പൂർണ്ണ സജ്ജനാകുമെന്നും സാന്റോസ് മെഡിക്കൽ ടീം തലവൻ റോഡ്രിഗോ സെഗൈബ് വ്യക്തമാക്കി. ഇത് കേട്ടതോടെ വൻ ശുഭാപ്തി വിശ്വാസത്തിലാണ് ആരാധകർ.